ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യഭാമയുടെ വീട്ടോട്ടൊരു പുതിയ അതിഥി വരുന്നുണ്ട്. ഒരു പുതിയ അവതാരമെന്ന് തന്നെ പറയാം. വിഷ്ണു അത് നോക്കി നിൽക്കുവാണ്. ആരാണെന്ന് വിഷ്ണുവിന് മനസ്സിലാകുന്നില്ല. വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടുകൊണ്ട് വന്ന അതിഥി തന്നെ പറയുന്നു, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? വിഷ്ണു, ഞാൻ നിൻ്റെ ചിറ്റപ്പനാടാ, ഉപേന്ദ്രൻ. കണ്ടിട്ടൊരു പക്ക ഫ്രാഡിൻ്റെ ലുക്കുണ്ടേ. അതുകൊണ്ട് വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ചിറ്റപ്പനോ? അതേടാ, ഞാൻ നിൻ്റെ ചിറ്റപ്പനാടാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ വിഷ്ണു ഉപേന്ദ്രൻ ചിറ്റപ്പനെയും കൊണ്ട് അകത്തോട്ട് വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ, ഈ വന്നിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായോ? രാഘവേട്ടൻ നോക്കുമ്പോൾ ഉപേന്ദ്രനെ ഒരിക്കലും മറക്കാൻ രാഘവേട്ടന് പറ്റില്ലല്ലോ. ചേട്ടൻ എന്താ എന്നെ മനസ്സിലായില്ലേ? അതെങ്ങനെയാ? നീ എവിടെ പോയി കാശുണ്ടാക്കിയാലും എത്ര വില കൂടിയ കോട്ടിട്ടാലും നീ മൂലം പല സ്ഥലത്തുനിന്നും തല്ലു വാങ്ങിക്കുന്ന എനിക്ക് അത്ര വേഗം നിന്നെ അങ്ങ് മറക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം? മലേഷ്യയൊക്കെ അങ്ങ് നീ മടുത്തോ? ഒടുവിൽ നമ്മുടെ നാട് തന്നെയാണ് നല്ലതെന്ന് നിനക്ക് തോന്നിയോ? ഇല്ല ചേട്ടാ, ഫാമിലി എല്ലാം അങ്ങ് മലേഷ്യയിൽ തന്നെ. എനിക്കവിടെ ഒരു ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ്. വുഡിൽ തീർത്ത എല്ലാ ഫർണിച്ചറും ഉണ്ട്. എല്ലാ ഫോറിൻ കൺട്രീസിലും ബ്രാഞ്ചസും ഉണ്ട്. ബ്രാഞ്ച് ഇല്ലാത്തത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയും കൊണ്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് നമ്മുടെ സത്യഭാമ രാഘവേട്ടന് കൊടുക്കാനുള്ള ജ്യൂസുമായിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഉപേന്ദ്രനെ കണ്ട് ആദ്യം ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ പരിങ്ങി നോക്കുന്നുണ്ട്. ആളെ മനസ്സിലാകാതെ ഇങ്ങനെ പരിങ്ങി നോക്കുന്നത് കണ്ട് ഉപേന്ദ്രൻ തന്നെ ചേട്ടത്തി എന്ന് വിളിച്ചപ്പോൾ സത്യഭാമയ്ക്ക് ആളെ മനസ്സിലായി. ആ ഉപേന്ദ്രനോ? എന്താ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന്? അതൊക്കെ കാര്യമുണ്ട് ചേട്ടത്തി, പറയാം. സത്യഭാമ രാഘവേട്ടന് കൊണ്ടുവന്ന ജ്യൂസ് ഇങ്ങനെ നോക്കും, ആർക്ക് കൊടുക്കണമെന്നറിയാതെ. രാഘവേട്ടൻ കണ്ണ് കാണിക്കുന്നുണ്ട്, അനിയനെ തന്നെ കൊടുത്തേരുന്നു. രാഘവേട്ടന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന ജ്യൂസാണ് ഇത്. മധുരം വളരെ കുറവാണ്. ഉപേന്ദ്രൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ചേട്ടത്തി, ചേട്ടത്തിയുടെ കൈകൊണ്ട് തരുന്ന എന്തും ഞാൻ കഴിക്കുമല്ലോ എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുമ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറയുവാണ്, അത് നീ അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയാം. കാരണം നീ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെയാണല്ലോ ഞാൻ അടിച്ചെടുത്തത്. അതിന് കുറച്ച് പരിഭവമൊക്കെ നിനക്ക് കാണുമെന്നും എനിക്കറിയാം. രാഘവേട്ടൻ ഇങ്ങനെ പറയുമ്പം വിഷ്ണു ഒരു കള്ളച്ചിരി ചിരിക്കുന്നു. അല്ല, നിനക്ക് ഇപ്പോഴും ആ പരിഭവമൊക്കെ ഉണ്ടോ? അതൊക്കെ വിടിച്ചേട്ടാ, അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പോഴതൊക്കെ എന്തിനാ പറയുന്നേ? ചേട്ടത്തി കേട്ടോ, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ ബിസിനസ് ഓഫറും ഒക്കെ ആയിട്ടാണ്. ഇവിടെ ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ ഒരാൾ വേണം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വിഷ്ണുവിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. എന്താ വിഷ്ണു, ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്നുകൂടെ? വിഷ്ണു ഉടനെ രാഘവേട്ടനെ നോക്കുമ്പോൾ രാഘവേട്ടൻ പെട്ടെന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, വേണ്ടാന്ന്. അയ്യോ ചിറ്റപ്പ, എനിക്കിപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. പിന്നാണെങ്കിൽ നേരെ വാ നേരെ പോ എന്നാണ് എൻ്റെ രീതി. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ചിറ്റപ്പ, ഞാനില്ല. അതുമാത്രവുമല്ല, ഇതുപോലത്തെ ബിസിനസ്സൊന്നും എനിക്ക് അങ്ങോട്ട് ശരിയാകത്തതും ഇല്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും ചേട്ടത്തി? ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ നിരാശനാക്കി കളഞ്ഞല്ലോ ചേട്ടത്തി. സത്യഭാമ ഉടനെ പറയുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. ഉപേന്ദ്രന് വിഷ്ണുവിനെ കിട്ടിയില്ലെങ്കിലും പകരം വേറെ ആളെ കിട്ടിയ പോരെ? ഇവിടെ വിഷ്ണുവിനെ പോലെ വേറെ ഒരാളും കൂടെ ഉണ്ട്, രോഹിത്തിനെ തരാം. അവനാ ഇവിടെ ഇപ്പോഴത്തെ ഹോട്ടൽ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. നല്ല ഒരു ബിസിനസ്സുകാരനാകാനുള്ള പ്രാപ്തിയും അവനുണ്ട്. ചേട്ടത്തിക്ക് അറിയാമല്ലോ, ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല ഞാൻ. ഇവിടെ തന്നെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങി വെച്ചിട്ട് നാളെ തന്നെ ചിലപ്പോൾ ഞാൻ മലേഷ്യക്ക് മടങ്ങിയെന്നും വരാം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്തുകയും വേണം. അപ്പോൾ അത് നമ്മുടെ ചോരയാകുമ്പോൾ ആ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുമല്ലോ. ഇതെല്ലാം കേട്ടോണ്ട് ശ്യാമ അവിടെ നിൽക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് അത് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. സത്യഭാമ ഉടനെ പറയുവാണ്, ഉപേന്ദ്ര, രോഹിത്തിനെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അവൻ ഉപേന്ദ്രനോടൊപ്പം ബിസിനസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. അവനിപ്പോൾ ഹോട്ടലിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുവാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. എന്നിട്ട് സത്യഭാമ ശ്യാമയെ വിളിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇതാണ് രോഹിത്തിൻ്റെ ഭാര്യ. നാളെ ഇവരുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ നാളെ ഈ ഫംഗ്ഷന് ഉപേന്ദ്രൻ പങ്കെടുക്കണം. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം. രാഘവേട്ടന് അനിയനിൽ അത്ര വിശ്വാസം പോരാ. രാഘവേട്ടൻ ചോദിക്കുക, അല്ല, നീ ഇവിടെ ഫർണിച്ചർ ബിസിനസ് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാദ്യം ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഫോറസ്റ്റിൽ നിന്നും മരം മുറിക്കാനുള്ള അനുവാദം വേണം. അതിന് ചേട്ടത്തിയുടെ വ്യക്തിബന്ധം കൊണ്ട് അതിനുള്ള ലൈസൻസ് എനിക്ക് റെഡിയാക്കിയെടുക്കണം. അതിനും കൂടി ആയിട്ടാ എൻ്റെ ഈ വരവ്. അപ്പോൾ നീ ചുമ്മാതെ ചേട്ടനെയും ചേട്ടത്തെയും കാണാനായിട്ട് ഇറങ്ങിയതല്ല, ഒരു വലിയ കോളിനായിട്ടൊരു ചെറിയ ചൂണ്ടയും കൊണ്ട് ഇറങ്ങിയതാ. അതിനുവേണ്ടിയാ നീ ആദ്യം വിഷ്ണുവിനെ കൂട്ടുപിടിക്കാൻ തോന്നിയത്, ഇല്ലേ?
ചേട്ടാ, അതിന് എനിക്കിവിടെ ആരെയും പരിചയമില്ലല്ലോ. വിഷ്ണുവിന് പോലും എന്നെ പരിചയമില്ല. ആ സ്ഥിതിക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഇവിടെ ഉള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ പറ്റൂ. ഞാൻ ആലോചിക്കുമായിരുന്നു 10-35 വർഷത്തിന് ശേഷം നിനക്കെങ്ങനെ പെട്ടെന്ന് ഒരു ചേട്ടൻ സ്നേഹം തോന്നിയതെന്ന്. അപ്പോൾ ഇതായിരുന്നു നിന്റെ വരവിൻ്റെ ഉദ്ദേശം. വിഷ്ണുവിന് മനസ്സിലായ ചിറ്റപ്പൻ ലോക തരികടയാണ്. വിഷ്ണു ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു പറയാം. അപ്പോൾ ചിറ്റപ്പൻ കുറേ ദിവസം ഇവിടെയൊക്കെ കാണുമല്ലോ, എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് ജോലി പുറത്തുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഉപേന്ദ്രൻ വീണ്ടും ബിസിനസ്സെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ ബിസിനസ് ഇവിടെ സക്സസ് ആകുവാണെങ്കിൽ ഞാൻ നാട്ടിലോട്ട് തന്നെ ഇങ്ങ് തിരിച്ചു പോരും എന്നൊക്കെ ഇങ്ങനെ വീരവാദങ്ങൾ മുഴക്കുവാണ്. ആ വീരവാദത്തിലെല്ലാം സത്യഭാമ വീഴുകയും ചെയ്തു. ഉപേന്ദ്രൻ ധൈര്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കിക്കോളൂ, ഞങ്ങളുണ്ട് കൂടെ എന്നിങ്ങനെ സത്യഭാമയെ അങ്ങ് വാക്കും കൊടുത്തു. അല്ലെങ്കിലും ഏത് തരികടയെ കണ്ടാലും സത്യഭാമ അവരെ അങ്ങ് വിശ്വസിക്കുകയും അവരുടെ കൂടെ അങ്ങ് ചേരുകയും ചെയ്യും. നല്ലവരെ ആരെയും കണ്ടാൽ സത്യഭാമയ്ക്ക് വിശ്വാസമല്ല. ഉപേന്ദ്രൻ്റെ ബിസിനസ്സിലെല്ലാം രോഹിത്തിനെയും കൂടെ ചേർക്കണമെന്നും ഒക്കെ അങ്ങോട്ട് സത്യഭാമ പറഞ്ഞ് ഉപേന്ദ്രനും അങ്ങോട്ട് വാക്കൊക്കെ കൊടുത്ത്. പാവം നമ്മുടെ രോഹിത്തിൻ്റെ സ്ഥിതി ഇനി എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ശാലിനിയാണെങ്കിൽ നാളത്തെ ഫംഗ്ഷന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാണ്. വിഷ്ണുവിൻ്റെ ഒരു മാല ശാലിനിയുടെ കയ്യിലുണ്ട്. ആ മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ശാലിനി ഇങ്ങനെ ഇരിക്കുവാണ്. ശാരദാമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ദൈവങ്ങളെല്ലാം പൊറുതിമുട്ടി സത്യാമ്മയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ്. ഏതായാലും സത്യമോളെ അവർ അംഗീകരിച്ചല്ലോ കൂടെ കൊണ്ടുവരാൻ. വിഷ്ണുവേട്ടൻ്റെ സങ്കടത്തിൻ്റെ മുന്നിൽ സത്യാമ്മ അംഗീകരിച്ചതായിരിക്കും. ശാലിനി ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിതയുടെ ഫോൺ വരുന്നുണ്ട്. അവൾ പഴയതുപോലെ ശബ്ദം മാറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ശാലിനിയോട് ചോദിക്കുവാണ്, നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ നീ റെഡിയായിട്ടിരിക്കുവാണോ? ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. നീ നാളെ ആ ചടങ്ങിന് പോകുന്നുണ്ടോ? ശാലിനി പോകുന്നുണ്ടെന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. നീ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മനസമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും നിന്നെക്കൊണ്ട് ഞാൻ അവിടുന്ന് കുടിപ്പിക്കത്തില്ല. നീ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിനക്ക് തരുന്ന ശിക്ഷയുടെ പെരുമ്പറ മുഴക്കമായിരിക്കും നിന്റെ നെഞ്ചിൽ കേൾക്കുന്നത്. പപ്പിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും. നിന്റെ അനിയത്തി ശ്യാമയുടെ വെഡിങ് ആനിവേഴ്സറിയോട് തന്നെ അവിടെ ജീവിതം അവിടെ അങ്ങ് തീരും. അവൾ പിന്നെ ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്നുകൊണ്ട് സാമ്പാറിനുള്ള പച്ചക്കറി അരിഞ്ഞോ എങ്ങനെയോ അവൾ അങ്ങ് കഴിഞ്ഞോളും. ശാലിനി ഉടനെ ചോദിക്കുന്നു, നീ എത്ര രൂപയാണ് ഇതിന് പ്രതിഫലം ഇട്ട് ചോദിക്കുന്നത്? അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. IAS പഠിക്കാൻ പോയതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഉപകാരമുണ്ട്. കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് നിനക്കങ്ങ് പിടികിട്ടിക്കോളും. നീ കാര്യം പറ, നിനക്ക് എത്രയാണ് വേണ്ടത്? 10 ലക്ഷം രൂപ, അതും അഡ്വാൻസ് ആയിട്ട്. എനിക്ക് പണത്തിന് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യത്തിൻ്റെ മൂല്യം എത്ര വലുതാണെന്ന് നിന്നെ എനിക്കൊന്ന് അറിയിക്കണമല്ലോ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പൈസ കൊണ്ടുവരണമെന്ന് പറയുന്നു. ശാലിനി അതിന് സമ്മതിക്കുകയും ഉടനെ തന്നെ അനുവിനെ വിളിച്ച് പൈസ റെഡിയാക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സത്യമോൾ ഓടി വന്നിട്ട് ശാലിനിയോട് പറയുന്നു, അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി 14 മോളിതെങ്ങനെ അറിഞ്ഞു? അതെ, അച്ഛൻ പറഞ്ഞു. ആ, അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമല്ലോ. മോൾക്ക് ഇനി അച്ഛൻ്റെ ഫോൺ വരുമ്പോഴേ അമ്മയുടെ കയ്യിലൊന്നും തരണേ. അതെന്തിനാ? അമ്മയ്ക്കും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ചോദിച്ചറിയാനുണ്ട്. അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് സത്യമോൾ അങ്ങ് പോവുകയാണ്. ശാലിനി ഉടനെ രഹസ്യ പോലീസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊരു നമ്പറിൻ്റെ ഡീറ്റെയിൽസ് തരാം, അതിൽ വരുന്ന കോളിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിനെന്താ മേഡം, നമ്പർ ഇട്ടോളൂ, ഞങ്ങൾ ഡീറ്റെയിൽസ് എടുത്ത് തരാമെന്ന് പോലീസ് പറയുന്നുണ്ട്. ശാലിനി എന്നിട്ട് 10 ലക്ഷം രൂപയായിട്ട് സുസ്മിതയുടെ അടുത്തോട്ട് പോവുകയാണ്. സുസ്മിത ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് ആളറിയാത്ത രീതിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുവാണ്. സുസ്മിത അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. ഇന്ന് ഇവളിൽ നിന്ന് ഞാൻ 10 ലക്ഷം, നാളെ 20 ലക്ഷം, ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഇവളെ ഞാൻ ഇങ്ങനെ ഊറ്റി എടുത്ത് വെറും ചണ്ടിയാക്കി ഞാൻ ഇവളെ കളയും എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്താണ് ശാലിനി പൈസയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. ശാലിനി അങ്ങനെ സുസ്മിതയുടെ അടുത്ത് വന്ന് ബോക്സ് തുറന്ന് പൈസയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നീ കളക്ടറൊക്കെ ആയതുകൊണ്ട് ഞാൻ എണ്ണി നോക്കുന്നില്ല, ഇതിനകത്ത് നീ തട്ടിപ്പൊന്നും കാണിക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശാലിനി പെട്ടെന്ന് നീ ആരാണെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞ് അവിടെ മുഖത്തിട്ടിരുന്ന തുണി ഇങ്ങനെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുസ്മിത അത് തടയുന്നുണ്ട്. എന്നാലും ശാലിനിക്കത് സുസ്മിതയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി സുസ്മിതയെ കൈയോടെ പിടിച്ചിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.